അച്ഛാ, എന്താ അച്ഛാ? അച്ഛൻ പോലീസുകാർ എന്തെങ്കിലും ചെയ്തോ? പറയച്ചാ, അച്ഛനെ പോലീസുകാർ ഉപദ്രവിച്ചോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ വിധി അത് ഞാൻ അനുഭവിച്ചോളാം. നിങ്ങളിപ്പോൾ എന്തിനാ വന്നത്? എനിക്ക് ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ അവന്തിക ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നാണോ അച്ഛൻ വിചാരിക്കുന്നത്? ഇത്രയൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടും നിനക്കത് ഇനിയും ബോധ്യമായില്ലേ? അച്ഛനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛാ, ലൈസൻസ് മനഃപൂർവ്വം പുതുക്കാതെ ആ മാനേജർ നമ്മളെ ചതിച്ചതാ. കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴും പുതുക്കാൻ കൊടുത്തിട്ടുണ്ടെന്നാ അയാൾ എന്നോട് പറഞ്ഞത്. അനുപേട്ട അതിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കൊടുത്തതുവാ. എന്നിട്ടാണോ ഞാനിപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത്? ചതിച്ചതാരാണെന്ന് ഞാൻ പിന്നീട് അന്വേഷിച്ചോളാം. ആദ്യം ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങട്ടെ. ഇവിടുന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അത് തന്നെ അവന്തികയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള കടലാസുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്കപ്പിനകത്ത് പോലീസുകാർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം. എനിക്കൊരു പരാതിയില്ല. ഇതിനകത്ത് കിടന്ന് അനുഭവിച്ചതൊക്കെ എൻ്റെ വിധി. ഞാൻ അങ്ങനെ കരുതിക്കോളാം.